ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം ബോച്ചയുടെ കള്ള് ഷാപ്പ് എന്ന് വിളിച്ചാൽ പോരാ, ഇതൊരു 2D പബ്ബ് തന്നെ വിളിക്കാനായിട്ട്. കാരണം അത്രയും സെറ്റപ്പ് ആയിട്ടൊക്കെയാണ് മൊത്തം. ഇവിടെ കാണാൻ നല്ല ആംബിയൻസ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇനി ഉള്ളിലോട്ട് പോയി നോക്കാം. ഞാനും ഫസ്റ്റ് ടൈമാണ്, നിങ്ങളെയും കൂടി ഈ ഒരു കാഴ്ച കാണിക്കാണ്ട് ഇവിടെ വന്നേക്കണേ. അപ്പോൾ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോയാലോ? ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല നൈസ് എൻട്രൻസ്. ഫ്രണ്ടിൽ തന്നെ പോച്ചുണ്ടല്ലോ. ഇങ്ങനെ ഓട്ടം നിന്നില്ലേ? അടിപൊളിയാണ്. ഇവിടുത്തെ എൻട്രൻസ് ഒക്കെ അടിപൊളി. അത്യാവശ്യം രാവിലെ തന്നെ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എത്ര മണിക്ക് ഓപ്പണാണ്? ബോച്ചയുടെ കഴിവിടെ എന്തൊക്കെയാണല്ലേ? ഒറിജിനൽ തെങ്ങിന് വരെ കള്ളെത്താൻ കയറുന്ന സാധനം. അത് ശരിക്കും കള്ള് ഇവിടെ കെട്ടി കൊടുക്കണോ ലൈവായിട്ട്? ആയിരിക്കും. നമുക്ക് എന്താണെങ്കിലും ആദ്യം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ കയറാം. ഓ നൈസ്. ഇവിടുന്ന് ഫിഷിനെ ലൈവായിട്ട് പിടിച്ചിട്ട് നമുക്ക് ചുറ്റുവരുമായിരിക്കും അല്ലേ? ഇഷ്ടംപോലെ ക്യാബിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അത്യാവശ്യം അടിപൊളി തന്നെ. ഇവിടെ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കപ്പിൾസിനും എല്ലാം വന്ന് ഫുഡ് കഴിക്കാനാണെങ്കിൽ പോലും കള്ളുടിക്കാനാണെങ്കിൽ പോലും എല്ലാം കൊണ്ടും അടിപൊളി ഒരു ലൊക്കേഷൻ. അപ്പോൾ എന്താണെങ്കിലും ഞാനിവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കാൻ പോകുന്നുള്ളൂ. കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടുത്തെ അഭിപ്രായങ്ങൾ ഞാൻ പറയാം. പിന്നെ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല, ഞങ്ങളിപ്പോൾ ജസ്റ്റ് വന്നോളൂ. പിന്നെ ഇവിടെ ലൈവ് ഫിഷിനെ പിടിച്ച് നമുക്ക് ഡയറക്റ്റ് ഫ്രൈ ചെയ്യാനായി കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തെ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ വരാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം, 1 ടൈമെങ്കിലും. അപ്പോൾ ഓക്കെ, ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇതെന്ത് മീനാ? കാളാഞ്ചി. നമ്മൾ ചൂണ്ടിട്ട് പിടിക്കുന്ന മീനെ ഈ ഷെഫുമാരെ കൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ കുക്ക് ചെയ്ത് തരും കേട്ടോ. ഈ കുക്കിംഗ് സെക്ഷനോട് ചേർന്ന് തന്നെയാണ് റെസ്റ്റോറൻറ്റിലേക്കുള്ള എൻട്രൻസും വരുന്നത്. കയറുമ്പോൾ തന്നെ പച്ച നിറത്തിൽ പൊതിഞ്ഞ നല്ല ആംബിയൻസോട് കൂടിയ വലിയൊരു ഡൈനിങ് സ്പേസും കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഹാങ് ചെയ്തൊരു വള്ളവും ഒരു വെറൈറ്റി കാഴ്ച തന്നെയായിരുന്നു. ഈ റെസ്റ്റോറൻറ്റ് ഫിഷ് ഫാമിനോട് ചേർന്ന് തന്നെ ആയതുകൊണ്ട് പുറത്തേക്കുള്ള കാഴ്ചയും വളരെ മനോഹരമായിരുന്നു. ചെറിയ മഴയാട്ടോ. ബോച്ചെ ഫിഷ് ഫാമാണ് ഇത്. എവിടെ? ഓക്കെ ഇതണ്ടാ ബോച്ചെ ഫിഷ് ഫാം. ഇത് കുട്ടികൾക്കൊക്കെ കയറിയിരുന്ന് പോകാൻ പറ്റിയ സാധനമായിരുന്നു. പക്ഷെ നിലവിൽ പ്രവർത്തനരഹിതമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതെൻ്റെ ഫ്രണ്ട് ഗോകുലാണേ, അവന് ഞാനായിട്ട് ഇന്ന് ഇവിടെ വന്നേക്കണേ. മഴയില്ലാത്ത സമയങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ഇരുന്ന് കള്ളുടിക്കാനും ഫുഡ് കഴിക്കാനും പറ്റിയൊരു സ്ഥലം. വാ, നല്ല രസം. ചെറിയ മഴയൊക്കെ ഉണ്ട്, ഇവിടെ വന്നിരിക്കുന്ന നൈസാണ് കേട്ടോ. ഇല്ല, ഇവിടുത്തെ കിച്ചൺ സൗകര്യങ്ങൾ ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ. നമുക്കിവിടെ എന്ത് പറഞ്ഞാലും അവർ ലൈവായിട്ട് അടിച്ചു തരും. ഓ, ബോച്ചയുടെ റൈഡ്. തൽക്കാലത്തെ കോലേജ്. ഓ, ഇതിൻ്റെ ഇപ്പുറത്തും ഫുട്ബോൾ ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഏത് വഴിയാണ് എൻട്രൻസ്? നമ്മൾ കയറി വരുന്നത് അവിടെ. ഓക്കെ, അവിടെ കൂടിയാണ് എൻട്രൻസ്. കൊള്ളാം. അത് കൊള്ളാം. ശരിയാണല്ലോ, ഒരു പോസ്റ്റേ ഉള്ളൂ. പിന്നെ ഒരു ട്രാംപോളിങ് ഉണ്ട്, പക്ഷെ ട്രാംപോളിങ് മൊത്തം പോയി കിടക്കുക.
അത് പക്ഷേ പിള്ളേർ കിഡ്സിൻ്റെയാണ്. പിന്നെ ഇത് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട്. പിന്നെ നമ്മുടെ സാധനം ഉണ്ട് കളിയാ, അതേ പൂൾ ഗെയിം ഉണ്ട്. നമുക്ക് പൂൾ ഗെയിം കളിക്കാൻ പോകാം. എൻ്റെ ഫേവറേറ്റ് ഉണ്ട് പൂൾ ഗെയിം. അപ്പോൾ എന്നാലും പൂൾ ഗെയിം ആദ്യം കളിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വരാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ പൂൾ ഗെയിം കളിക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റത്തെ അടി ഞാൻ തന്നെ തുടങ്ങാം അല്ലേ? എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോച്ചിനോട് കണ്ട അൽക്കുലത്തുകൾ ആളുകൾ ഓർഡർ ചെയ്താണ്. അപ്പോൾ നമുക്ക് ഗ്ലാസ് എടുക്കുക, അങ്ങ് ഒഴിക്കുക. ഇത് നിനക്കുള്ള അപ്പോൾ ഗോകുല് നീ വീഡിയോ എടുക്കുന്നുണ്ട്, എൻ്റെ ചേച്ചി ഞാൻ ടച്ച് വന്നേക്കാൻ നമ്മൾ സാധനം അടിച്ചു. ഇനി അടുത്ത ടച്ച് വരുമ്പോൾ ടച്ച് എടുത്തിട്ട് ഇവന് ഒറ്റവലിയുടെ ആളാണല്ലോ. കൊള്ളാം അല്ലേ? അടിപൊളി അടിപൊളി സാധനം കൊള്ളാം ഗൈസ്. അപ്പോൾ നമ്മുടെ കപ്പ റെഡി, ബീഫ് റോസ്റ്റ് റെഡി, ഇത് പെപ്പർ ബീഫ് റെഡി, കപ്പ നിനക്കുള്ളത് റെഡി ഗൈസ്. അപ്പോൾ ബീഫ് വന്നിട്ടുണ്ട്, ബീഫ് കപ്പ, ഇത് പെപ്പർ കൊണ്ടുള്ള ഏതൊരു ബീഫ് പേരറിയാൻ പാടില്ല. എന്നാലും നമ്മൾ കഴിച്ചു നോക്കാം. കൊള്ളാം, ബീഫ് നല്ല സോഫ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് പെപ്പർ കഴിച്ചോട്ടെ. കൊള്ളാം, പെപ്പറുണ്ട് എരിവ് നല്ല എരിവ് കേട്ടോ. പിന്നെ നമുക്ക് കപ്പ എടുക്കുക, നേരെ പ്ലേറ്റിലിട്ട് തട്ടുക, കുറച്ച് പെപ്പർ ബീഫ് ക്ലോസ് എടുത്ത് കപ്പയും കൊണ്ടൊരു പിടിയും പിടിക്കുക. ഒരു പെപ്പർ, ഒരു ബീഫ് റോസ്റ്റ്, രണ്ടും കൂടിയിട്ട് ഒരു സിപ്പ് കണ്ടു, ഒരു സിപ്പ് കണ്ടും കൂടി ഒന്ന് ഇറക്കണ്ട കേട്ടോ. അടിപൊളി ഗൈസ്, അടിപൊളി, കൊള്ളാം കൊള്ളാം. ഞാൻ വേർത്ത് തുടങ്ങി, നല്ല ടേസ്റ്റ് ഉണ്ട്. അയ്യോ നീ നോക്കിയിരിക്കുകയാണല്ലോ, നീ അടിച്ചോടാ. തീർന്നേ. ഓ നൈസ്. ആദ്യം കുറച്ച് ബീഫ് റോസ്റ്റ്, കുറച്ച് പെപ്പർ. നൈസല്ലേ? കൊള്ളാം കൊള്ളാം. സെർവ് ചെയ്യണോ? ഓക്കെ താങ്ക് യു. ഓക്കെ വെൽക്കം ഗൈസ്. ഞങ്ങൾ 2 ടൈപ്പ് കള്ള് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് മധുരക്കള്ള്, ഇത് അന്തിക്കള്ള്. ഈ ഒരു ജഗ്ഗിലാണ് കേട്ടോ അവനെ, 1 ലിറ്ററിൻ്റെ 2 ജഗ്ഗ്. ഗൈസ് ഇവിടുത്തെ ഫുഡൊക്കെ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. എന്തോ സംതിങ് സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റ് തോന്നി. പിന്നെ ഇച്ചിരി റേറ്റ് ഇച്ചിരി കത്തിയാണ്. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തവ, ഏതാ തവ, പ്രോൺസ് തവ ഫ്രൈ വരുന്ന ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടോ?
ഞങ്ങൾ പ്രോൺസിൻ്റെ തവ ഫ്രൈയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വരും, 50 മിനിറ്റ്സ് പറഞ്ഞാണ്. പിന്നെ എനിക്കിവിടെ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിലേ ഉണ്ട്. നമ്മൾ എന്ത് ഫുഡ് ഓർഡർ ചെയ്താൽ അതിന് 15 മിനിറ്റ് 20 മിനിറ്റോളം ഡിലേ ഉണ്ട്. അത് മാത്രം എനിക്കൊരു പോരായ്മയായിട്ട് തോന്നുന്നു. ആംബിയൻസ് സ്പേസ് വെച്ചാണെങ്കിലും ഡൈനിങ് സ്പേസ് ഒക്കെ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഗായ്സ്, സത്യം പറഞ്ഞാൽ വയറൊക്കെ ഫില്ലായിട്ടോ, ഒരു രക്ഷയിലാണ്. ഇതിവിടെ ഐസ്ക്രീമിൻ്റെ സെക്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതന്നെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബോട്ടിങ് ഫ്രീ ആട്ടോ. ഇത് പറയണ്ടേ? ബോട്ടിങ് ഫ്രീ ആണ്. ആദ്യം നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇടുക, എന്നിട്ട് സേഫായിട്ട് നമ്മൾ ബോട്ടിങ് ചെയ്യുക. ബോട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വയറൊക്കെ ഓൾറെഡി സെറ്റാവും. ഇപ്പോൾ ഓൾറെഡി ഫില്ലായിട്ടിരിക്കണേ. അതൊന്ന് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോട്ടിങ്ങിന് ഇറങ്ങണേ. ഇവിടെ ബോച്ച എന്നൊക്കെ വരും? ആഴ്ചകളിലൊക്കെ വരുമോ? അങ്ങനെ പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ വരും അല്ലേ? ഓ അങ്ങനെ. ഇവിടെ മേടിക്കാൻ പറ്റുമോ? ബോച്ചട്ടി മേടിക്കാൻ പറ്റുമോ? ഓ ഓക്കെ ഓക്കെ ഓക്കെ. മെയിൻ കൗണ്ടറിലാണല്ലേ? ഓക്കെ ഓക്കെ. തൂണ് മാറ്റാൻ പറ്റില്ല, നിങ്ങൾ തൂണ് മാറ്റാൻ. ഐശ്വര്യമായിട്ട് കാലോട്ടിക്കോളി, കേറിക്കോ. വണ്ടി ഓടിക്കാൻ അറിയാലോ അല്ലേ? ആ കൊള്ളാം കൊള്ളാം. സത്യം പറഞ്ഞാൽ ഇതൊരു വല്ലാത്തൊരു പണി തന്നെയാണ് ഈ ചവിട്ടല്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വയറൊന്ന് സെറ്റാവണം. കാരണം അത്രയ്ക്കും ഫുഡ് കഴിച്ചിട്ടുണ്ട്. നല്ല ഫില്ല എൻ്റെ വയറൊക്കെ. എൻ്റെ കണ്ണ് കണ്ടിട്ട് സംശയങ്ങളും ഗൈസ്. അവിടെയൊക്കെ കിടത്തി സ്പീഡിൽ ചവിട്ടല്ലേ അവിടെയൊക്കെ ഫാമിലിക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അവിടെയൊക്കെ നല്ല കാഴ്ച കണ്ട് അവിടെയൊക്കെ ഓരോരോ ക്യാബിൻ പോലെ തിരിച്ചേക്കുക. റെസ്റ്റ് എടുക്കുക. അയ്യോ, എൻ്റെ വയറ് വന്നിട്ട് എനിക്കുണ്ടല്ലോ സത്യം പറഞ്ഞ നല്ല ഉറക്കം പറ്റേ. കുറച്ചു നേരം മുന്നേ നല്ല മഴയെന്ന് കേട്ടോ. മഴയത്ത് നമ്മൾ റെസ്റ്റോറൻറ്റ് ഉള്ളിൽ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പം മഴയില്ല. ഈ സമയത്ത് മഴ വേണമല്ലേ? പക്ഷെ ഇപ്പം ഓടിക്കുമ്പോൾ മഴ പെയ്തതിന് ഷൂസ് നനയാം. അത് അങ്ങനെ വിഷയമുണ്ട്. ഇത് മൊത്തം എത്ര ഏക്കറായിരിക്കും? എന്തായാലും ഒരു 2 ഏക്കർ അടുത്തുണ്ട് മൊത്തം. അടിപൊളിയാണ്, കാണാനൊക്കെ അടിപൊളിയാണ്. പിള്ളേരെയും കൊണ്ടൊക്കെ വന്നതിന് എന്താണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പറായിരിക്കും. പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം പിള്ളേർക്ക് ഗെയിമിങ് സെക്ഷനൊക്കെ ഉണ്ട്. അപ്പുറം അവരവരുടേതായ ലോകത്തിട്ട് പോകാനും പറ്റും. നമുക്ക് ഫുഡ് കഴിച്ച് ആർമാദിക്കാനും പറ്റും. പിന്നെ ഇവിടെ ബോച്ചര ടീ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ബോച്ചര ടീ. പിന്നെ ബോച്ച ഞാൻ ചോദിച്ചു ബോച്ച ഇവിടെ എപ്പോഴേക്കാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മറ്റേ ഇവിടെ നിന്ന് ആരെങ്കിലും ടീ എടുത്തിട്ട് വിന്നറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വിന്നറിനെ ഇവിടെ വെച്ചിട്ടാണ് അനൗൺസ് ചെയ്യുന്നത്. ആ ഒരു സമയങ്ങളിൽ മാത്രമാണ് ബോച്ച വരുള്ളൂ എന്ന് പറഞ്ഞത്. അല്ലാതെ അങ്ങനെ വരാറില്ല. പിന്നെ ഇവിടെ ബോച്ചയുടെ PAയും അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ അസിസ്റ്റൻസൊക്കെ ഇവിടെ ഉണ്ട്. അവരാണ് ഇത് മൊത്തം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണതൊക്കെ. അയ്യോ അയ്യോ അയ്യേ, കുറച്ചേരം കാറ്റുള്ളട്ടെ. വയ്യ വയ്യ അമ്മ ഉറക്കെടുത്തിട്ട് തീയ. അയ്യോ, ഞങ്ങൾ കറക്റ്റ് പാർക്കിങ്ങാ കണ്ടോ? കറക്റ്റ് പാർക്കിംഗ് കണ്ടോ? അതാണ് ഞങ്ങള്. ഓ ചൂടെടുത്തിട്ട് അയ്യാട്ടോ എൻ്റെ പൊന്നേ. ഗൈസ്, ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പൂൾ ഗെയിം കളിക്കാൻ വന്നേക്കുവാണ്. വീണു. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഗുഡ് 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 കളി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോച്ചെ ടീ മേടിക്കാം കേട്ടോ. ഈ ചേച്ചി പറഞ്ഞത് കഴിഞ്ഞ 3 ആഴ്ച മുന്നേ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് 10 ലക്ഷം അടിച്ചെന്നാ അല്ലേ? കിട്ടുന്ന എല്ലാവരും ലക്ഷാധിപതി ആവട്ടെ. ഇന്നത്തെ ഏതിരണം? അക്ക ഇക്ക വെക്കം പൊക്കം മത്തിപ്പാഴം കൊത്തിട്ടുള്ള താത്താമ സരസിട ടെലിഫോൺ നമ്പർ 1 2 3. യെസ് ചേച്ചിത്. അങ്ങനെ ബോച്ച ടൂടി പബ്ബിൽ കയറി നല്ലോണം എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തു. അടിപൊളി ഫുഡ്, പിന്നെ ആംബിയൻസ് ആണെങ്കിലും ഇവിടെ ഇഷ്ടംപോലെ ഗെയിംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരായിട്ടും ഫാമിലിയായിട്ടും കപ്പിൾസായിട്ടും വരാൻ പറ്റിയൊരു സ്ഥലം. അപ്പോൾ നിങ്ങളും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എന്താണ് ഞങ്ങളും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. അടിപൊളി, ഒരു രക്ഷയില്ല. ഇവിടെ അടുത്ത് ഇഷ്ടംപോലെ ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ബാക്കിൽ കായലുണ്ട്. പിന്നെ നമുക്കിവിടെ സ്വന്തമായിട്ട് തന്നെ ഫിഷ് ചെയ്ത് ആ ഫിഷിനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾ പറയുന്ന പോലെ
റെഡിയാക്കി തരും. പിന്നെ ഇവിടെ ഒന്ന് വെച്ചാൽ ഇച്ചിരി കുറച്ച് ഡിലേ ഉണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടെ ഇരിക്കാൻ പറ്റും. ടൈം പോണേ അറിയാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മഴയൊക്കെ കണ്ട് ഫുഡ് കഴിച്ച് കള്ളൊക്കെ കുടിക്കാനാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കുക. പിന്നെ ഈ വ്ളോഗ് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.